രാധയെ ഏറ്റവും സുരക്ഷിതമായി ശ്രീമൂലസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്ഥലം ഇല്ലവിടെ. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പിൻവശം കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ നിൽക്കണം. എപ്പോൾ വേണമെങ്കിലും വക്കീൽ രാധയുമായി അതുവഴി വരാം. പിൻവശം വഴി ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് പ്രവേശിക്കാനാണ് സാധ്യതയെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായി സാർ. ഒരു കാരണവശാലും രാധ ശ്രീമൂലസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയോ ചടങ്ങുകൾ നടത്തുകയോ ചെയ്യരുത്. അതിനുവേണ്ടി ഏതറ്റം വരെയും നിങ്ങൾക്ക് പോകാം, എന്തും ചെയ്യാം. നിങ്ങൾക്ക് മനുഷ്യക്കുരുതി വരെ. അങ്ങ് സുപ്രീം കോടതിയിൽ ചെന്നാണെങ്കിലും കൊലക്കേസിൽ നിന്ന് നിന്റെയൊക്കെ തല ഊരിയെടുക്കാനുള്ള കഴിവ് ഈ മേഘനാഥനുണ്ട്. മനസ്സിലായോ? മനസ്സിലായി സർ. എങ്കിൽ ചെല്ല്. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിച്ചോ. ശരി സാർ. നീ എന്നോടും പിന്നെ മണിച്ചനോടും കൂടെ ഉണ്ടാവണം. അവരോട് ഞാൻ പറഞ്ഞത് പ്ലാൻ എ മാത്രമാണ്. അത് പാളിപ്പോയാൽ പ്ലാൻ ബി നടത്താനാണ്. എന്നുവച്ചാ എന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതി കൂടിയുണ്ട് മണിവർണ്ണൻ പിള്ളേ. അത് നടത്തിയെടുക്കേണ്ടത് നീയും ഇവനും കൂടിയാ. അതാണ് ഈ മേഘനാഥന്റെ തുറുപ്പ് വെച്ചുള്ള കളി. അതിനിയായി ഇറക്കാൻ പോകുന്നത് ജയിക്കാനുള്ള അവസാനത്തെ കളി, കടശി കളി എന്ന് പറയാൻ നിങ്ങൾക്ക്. The end game. ഇതിപ്പോ തിരുവാഭരണം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. തിരുവാഭരണം തൃപ്പങ്ങോട്ട് തറവാട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്ന് സെക്രട്ടറി ഫോൺ ചെയ്തു പറഞ്ഞിരുന്നു. പക്ഷേ ഉടവാൾ പൂജയ്ക്കുള്ള ദീപവും കൊണ്ട് രാധ ഇതുവരെ എത്തിയിട്ടില്ല. അതാ ടെൻഷൻ. അത് നമ്മുടെ വക്കീലിന്റെ ഏർപ്പാടല്ലേ. അയാൾ അത് കൃത്യസമയത്ത് നടത്തിയിരിക്കും. കൂടാതെ നമ്മുടെ ഈശ്വരിയമ്മ ഒപ്പം ഉണ്ടല്ലോ, അത് സമയത്ത് എത്തുമെന്ന് ഗ്യാരണ്ടിയാ.
ഉടവാളിന് മുന്നിലുള്ള നിലവിളക്ക് കത്തിക്കേണ്ടത് ഈ ദീപം കൊണ്ടാ. ഇടയ്ക്കിത് അണയാൻ പാടില്ല. കുളത്തിൽ മുങ്ങിക്കയറി ഈറനോടെ വേണം തിരി കൊണ്ടുപോയി വിളക്ക് തെളിയിക്കാൻ. ഇനി നീ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മാത്രമേ ഉരുവിടാൻ പാടുള്ളൂ. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും മന്ത്രാക്ഷരങ്ങൾ തെറ്റാനോ നിന്റെ ചുവടുകൾ ഇടറാനോ നിൽക്കാനോ പാടില്ല. അചഞ്ചലമായ മനസ്സോടെ പൂർണ്ണമായ ഈശ്വരധ്യാനത്തിൽ മുഴുകി വേണം ഈ കർമ്മം പൂർത്തിയാക്കാൻ. മനസ്സിലായോ? ഈ ചടങ്ങ് പൂർത്തിയാകാതിരിക്കാൻ മേഘനാഥൻ ആൾക്കാരെ അയച്ചിട്ടുണ്ടെന്നാണ് വിവരം. രാധ എവിടെയാണെന്ന് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് അവരിതുവരെ എത്താത്തത്. പക്ഷേ നമ്മൾ ക്ഷേത്ര പരിസരത്തോട് അടുക്കുമ്പോൾ ഇടയ്ക്ക് അവർ വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെ വന്നാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. രാധ അത് ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ നിൽക്കുകയോ ചെയ്യരുത്. ഈശ്വര്യമ്മ കൂടെ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ശ്രീമൂല സ്ഥാനത്തെത്തണം. ദീപം കൊളുത്തി ചടങ്ങ് തുടർന്നാലേ നമ്മൾ ഈ എടുത്ത എല്ലാ റിസ്കിനും ഫലമുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ മന്ത്രം മാത്രം ജപിച്ച് ദേവിയെയും ഉടവാളിനെയും മാത്രം ധ്യാനിച്ച് കണ്ണും കാതും ഏകാഗ്രമാക്കി നടന്നുകൊണ്ടേയിരിക്കണം. അത്ര തന്നെ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പൊയ്ക്കോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വടി താഴെയിടാൻ. ഇടാൻ.
മോനെ, നീ വേണം ഇനി അവരുടെ പൈശാചികത്വം വെളിച്ചത്ത് കൊണ്ടുവരാൻ. കോട്ടയ്ക്കലിന്റെ പാരമ്പര്യം വെച്ച് നോക്കിയാൽ മേഘനാഥൻ സ്വന്തം ജയത്തിന് വേണ്ടി എന്തും ചെയ്യും. എവിടെ നിന്നോ വന്നു കയറിയ മേഘനാഥനും തൃപ്പങ്ങോട്ടെ യഥാർത്ഥ അവകാശികളും തമ്മിലുള്ള ഈ നിയമയുദ്ധത്തിൽ നിങ്ങളുടെ ദയനീയ പരാജയം അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിനുവേണ്ടി എൻ്റെ അച്ഛൻ്റെ കൊലയാളിയായ നിങ്ങളുടെ അന്ത്യം കാണുന്നതുവരെ ഞാൻ പോരാടിക്കൊണ്ടേയിരിക്കും. സത്യവും നീതിയും ദൈവവും ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഞാനേ ജയിക്കും, ഞാൻ മാത്രം. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരനെ ഓർത്ത് അവളെ തടയരുത്. ദേവി നാരായണ. ഇന്നീ നാടിന്റെ മുഴുവൻ സ്വപ്നങ്ങളാ നടക്കുന്നത്. നിങ്ങളായിട്ട് ആ വിളക്ക് തന്നിട്ട് നിങ്ങൾ മാത്രം വയ്ക്കോ, ഉപദ്രവിക്കില്ല. അമ്മേ നാരായണ. ഞങ്ങൾക്ക് ആവശ്യം ഉത്സവം കലക്കല, ചടങ്ങ് മുടങ്ങണം. പറ്റില്ല, സമ്മതിക്കില്ല ഞാൻ. അങ്ങോട്ട് പോയി വിളക്ക് കൊളുത്തിക്കോളൂ. ഇനി ആരും തടസ്സപ്പെടുത്തില്ല തൃപ്പങ്കോട്ട് രാധക്കുഞ്ഞിനെ. ഈ കൃഷ്ണേട്ടനുണ്ടാവും എപ്പോഴും കൂടെ. അവിടെ വേണു വക്കീലിനെ അവര് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ മുന്നോട്ട് വയ്ക്കോളൂ. ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.
ഒടുവില് എത്തിയല്ലേ, എനിക്ക് സമാധാനായി. രാധയുടെ കൂടെ നിന്ന് എല്ലാം നടത്തുവാനുള്ള സാമർഥ്യം നിങ്ങൾക്കുണ്ട്. അത് മതി. ഇനി മരിച്ചാലും എനിക്ക് സങ്കടമില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ, എണീക്ക്. അതൊക്കെ പിന്നെ. താൻ അവിടെ വേണം. രാധ ഉടവാളിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നത് വരെ കൂടെ നിൽക്കണം. അവിടെ എത്തിയ ശേഷം ഇങ്ങോട്ടേക്ക് മറ്റാരെങ്കിലും ഏർപ്പാടാക്കിയാൽ മതി. എന്നാൽ ഈ അവസ്ഥയൊക്കെ മാറിക്കൊള്ളും. ഞാൻ ചാവയൊന്നുമില്ല. ചാവേണ്ടത് മേഘനാഥനാ. കഥകൾ മുഴുവൻ എനിക്ക് മനസ്സിലായി. വളരെ നല്ല കാര്യം. തൃപ്പങ്ങോട്ട് രാധയാണ് അഞ്ജലി എന്ന് പറയാൻ എനിക്ക് അനുവാദമില്ലായിരുന്നു. ഈ ഉത്സവം നടത്താൻ രാധ വരികയില്ലാതെ മറ്റു മാർഗങ്ങളും ഇല്ല. അതാ എപ്പോഴും രഹസ്യമായി ഞാൻ അവളെ വന്ന് കണ്ടുകൊണ്ടിരുന്നത്. അവൾ എനിക്കെന്റെ നേരനിയെത്തിയ പോലെയാ. എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. മുൻപ് ഞാൻ നിങ്ങളെ കുറെ തെറ്റിദ്ധരിച്ചു പോയി. വല്ലാത്ത രീതിയിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒക്കെ എന്റെ അറിവില്ലായ്മയെ കണ്ട് എന്നോട് ക്ഷമിക്കണം. ഇത് ക്ഷമ ചോദിക്കേണ്ട സമയമല്ല. രാധയുടെ കൂടെ നിന്ന് ചടങ്ങുകൾ നടത്തണം. വേറൊന്നും തരണ്ട എനിക്ക്. അത് മാത്രം മതി. തൃപ്പങ്ങോട്ട് സുഭദ്രാമയ്ക്ക് മനസ്സ ഞാൻ കൊടുത്ത വാക്കാണത്. നിങ്ങൾ ചെന്നിട്ട് 1-2 പേരെ ഇങ്ങോട്ട് അയച്ചാൽ മതി. എല്ലാം വിജയമായി വരാൻ തൃപ്പങ്ങോട്ട് ദേവി സഹായിക്കട്ടെ. ചെല്ല്.